ഈ പുതിയ ദിവസം ദൈവനാമം നമ്മിൽ കൂടെ പരിശുദ്ധമാക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കുക. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം ഇന്ന് നമുക്ക് നേരിടേണ്ടി വരുന്ന എല്ലാ അനുഭവങ്ങളിലും തൻ്റെ കൈകളിൽ നമ്മെ എടുത്ത് തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കാം. തനിമയിലേക്ക് എന്ന ഈ പഠനം നമ്മെ അതിനെ പര്യാപ്തമാക്കട്ടെ. 131 സങ്കീർത്തനം 2-ാമത്തെ വാക്യം. ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. തൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എൻ്റെ പ്രാണൻ എൻ്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെ ആകുന്നു. ദാവീദിൻ്റെ ഒരു സാക്ഷ്യമാണ്, നാം ശ്രദ്ധിക്കേണ്ട ഒരു സാക്ഷ്യം. ജീവിതത്തിൽ കൂടുതൽ അപകടങ്ങൾ, അനർത്ഥങ്ങൾ വരാതിരിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളത് ഇവിടെ ഓർപ്പിക്കുകയാണ്. ദാവീദിൻ്റെ ജീവിതം നമുക്കറിയാം. ഒരു ഇടയ ചെറുക്കനായ ജീവിതം ആരംഭിച്ചു. രാജ്യത്തിൻ്റെ ഉന്നതങ്ങളിൽ കയറിപ്പറ്റി. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അവയിൽ നിന്നൊക്കെയും ദാവീദ് പഠിച്ച ഒരു കാര്യമാണിത്. സ്വന്തം ഹൃദയത്തിലെ സ്വന്തം പ്രാണനിലെ ആഗ്രഹങ്ങൾ, ആവേശങ്ങൾ ഒക്കെയും തൃപ്തിപ്പെടുത്തുവാൻ ശ്രമിച്ചാൽ ജീവിതം കൂടുതൽ അപകടകരമാകും. ഊരിയാവിൻ്റെ ഭാര്യയുടെ അടുത്ത് ചെന്നത് നമുക്കറിയാമല്ലോ. എത്രമാത്രം ജീവിതത്തെ അപകീർത്തിപ്പെടുത്തി, എത്രമാത്രം ഭാരം അതുമൂലം ദാവീദ് അനുഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ ജീവിതത്തിലെ താനാഗ്രഹിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുവാനായി താൻ എന്തെല്ലാം തെറ്റുകുറ്റങ്ങളിൽ അകപ്പെട്ടു എന്നുള്ളത് ദാവീദിൻ്റെ ചരിത്രം നമ്മളെ ഓർപ്പിക്കുക. അതുകൊണ്ട് ദാവീദിൻ്റെ തീരുമാനത്തിലെത്തിയിരിക്കുക. ദൈവമേ, എൻ്റെ ജീവിതം തൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതലിൻ്റെ സുരക്ഷിതത്വത്തിലേക്ക്, ആ സുരക്ഷിതത്വ ബോധത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന്. ഒരു അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ ഒരു പൈതലിന് ഈ ലോകത്തിൽ മറ്റൊന്നും ആവശ്യമില്ല. ആ പൈതലിന് വേണ്ടിയത് അമ്മയുടെ മാർവിലെ ആ പാല് മാത്രമാണ്. അതിനപ്പുറം ഒരാവശ്യം ആ പൈതലിന് ഇല്ല. അമ്മയുടെ അടുക്കൽ മാർവിൽ നിന്ന് പാൽ നുകർന്ന് കുടിച്ച് അതിനുശേഷം അമ്മയുടെ തോളിൽ കിടന്നുറങ്ങുന്ന ഒരു അനുഭവം, ആ സുഷുപ്തി അത് മനുഷ്യർക്ക് വർണ്ണിക്കുവാനായിട്ട് കഴിയുകയില്ല. അത് ആഗ്രഹിക്കുവാൻ, ആ സുഷുപ്തി ദൈവകരങ്ങളിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ സംതൃപ്തി നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഒരു പാട്ടിനകത്ത് നമ്മളെ ഓർപ്പിക്കുന്നുണ്ടല്ലോ, ഞാൻ അവനുള്ള കയ്യിലിരിക്കയാൽ ആരും ഇല്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. ഇന്ന് എനിക്ക് നേരിടുന്നതൊക്കെയും തൻ ഹിതമാണെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് എന്നെ നടത്തുമ്പോൾ വേദനയോ പ്രയാസമോ ഒക്കെ ഉണ്ടായേക്കാം. ഒരിക്കലും ഒരു കുഞ്ഞ് കരയാതിരിക്കാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല. ആ കുഞ്ഞിന് വിശക്കുമ്പോൾ കരയണം, അല്ലെ കുഞ്ഞിനെ കുറുമ്പോ വല്ലതും കടിച്ചാൽ ആ കുഞ്ഞ് കരയണം. എങ്കിൽ മാത്രമേ കുഞ്ഞിൻ്റെ
സുരക്ഷിതത്വം അമ്മയ്ക്ക് ഉറപ്പാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഒരിക്കലും ഒരു പ്രതികരണവുമില്ലാതെ കിടക്കുന്ന ഒരു പൈതലിനെ അല്ല ഒരു അമ്മയും ആഗ്രഹിക്കുന്നത്. തൻ്റെ മാറിലെ ചോര പാലാക്കി തീർത്ത് ആ കുഞ്ഞിനെ ഊട്ടുമ്പോൾ ആ കുഞ്ഞിന് ശോഭനമായൊരു ഭാവി ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഓരോ അമ്മയും തൻ്റെ പൈതലിനെ മുലയൂട്ടുന്നത്. അതുപോലെയുള്ള അനുഭവമാണ്, അതുപോലെയുള്ള സംതൃപ്തിയാണ് ദാവീദ് ഇവിടെ ആഗ്രഹിക്കുന്നത്, വാഞ്ചിക്കുന്നത്. അല്ല, ജീവിതത്തിൽ പല കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കി. 1-ാം വാക്യത്തിൽ 131-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, യഹോവേ, എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല. താൻ രാജാവായിരുന്നപ്പോൾ തനിക്ക് ഗർവമുണ്ടായിരുന്നു. തനിക്ക് പല കാര്യങ്ങളും നേടുവാൻ കഴിയുമെന്ന് താൻ കരുതി. ഊരിയാവിനെ മനുഷ്യരെ കൊലപ്പെടുത്തുവാൻ വരെ ദാവീദ് ധൈര്യം കാണിച്ചു. അതിൻ്റെ അനന്തരഫലം ദൈവസന്നിധിയിൽ നിന്നും തനിക്ക് അത് അനുഭവിക്കേണ്ടി വരുമെന്ന് അന്നേരം കരുതിയില്ല. തൻ്റെ അധികാരത്തിൽ, തൻ്റെ പദവിയിൽ താൻ അഹങ്കരിച്ചു, ഗർവിച്ചു. ഫലമോ കണ്ണുനീരിൻ്റെയും നിരാശയുടെയും അനുഭവത്തിൽ കൂടി തനിക്ക് കടന്നു പോകേണ്ടി വന്നു. ഞാൻ നിഗളിച്ചു നടക്കുന്നില്ല. രാജാവായതുകൊണ്ട് നിഗളം തനിക്ക് പറ്റിയതല്ല. നിഗളത്തിൽ കൂടെ നിഗളിച്ച് പോകുവാനുള്ള സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് താൻ ജീവിക്കുന്നത്. എല്ലാവരും സ്തുതിപാഠകരെ ചുറ്റുപാടും കാണുമ്പോൾ അറിയാതെ നിഗളിച്ചു പോകും. ആ നിഗളിച്ചു പോകാതെ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ഒരു റോള് മാത്രമാണ് ഈ രാജാവിൻ്റെ ജീവിതം എന്നുള്ളത് ദാവീദ് അംഗീകരിക്കേണ്ടി വന്നു. അടിയനെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ, ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ. തന്നെത്താൻ ശോധന ചെയ്യുകയാണ്. ഓരോ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴും, ദൈവത്തിൻ്റെ വാഗ്ദത്തം ലഭിക്കുമ്പോഴും, തൻ്റെ സന്തതിയെക്കുറിച്ചുള്ള വാഗ്ദത്തം ലഭിക്കുമ്പോഴും ദാവീദ് കൂടുതൽ വിനയപ്പെടുക ചെയ്യുന്നത്. കൂടുതൽ വിനയപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പക്വതയെ നമ്മൾ കാണുന്നത്. സാധാരണ നമ്മൾ നെൽവയലുകളിലൊക്കെയും കതിര് വന്ന് നെല്ല് വിളയുമ്പോൾ ആ കതിര് വളയുന്നത് കാണാം. നെല്ല് പൂവിടുന്ന സമയത്തും പാലായിരിക്കുന്ന സമയത്തും നേരെ നിൽക്കുന്ന നെൽക്കതിര് വിളഞ്ഞു വരുമ്പോൾ അവയൊക്കെയും വളഞ്ഞ് തലകുത്തി നിൽക്കും. പക്വതയുടെ ഒരു ലക്ഷണമാകുന്നു വിനയം എന്നുള്ളത്. നാം പ്രകൃതിയിൽ നിന്നും പഠിക്കേണ്ടത്. ഞാനൊന്നുമല്ല, ഞാൻ ആരുമല്ല, നീ എന്നെ കൊണ്ടുവന്നു. ദാവീദിന് പറയുവാനുള്ളത് അതാണ്. നീ എന്നെ കൊണ്ടുവന്നത് കൊണ്ട്, രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് കൊണ്ട് ഞാൻ രാജ്യത്വം ഏറ്റെടുത്തു. അനുദിനം പ്രവർത്തനത്തിനുള്ള ശേഷിയും ശേമുഷിയും തന്ന്, ബുദ്ധി വൈഭവം തന്ന്, ആലോചന തന്ന് നീ എന്നെ നടത്തുന്നു. അതുകൊണ്ട് മാത്രം ഞാൻ ജീവനോടെ ജനങ്ങളുടെ മുൻപാകെ ഇരിക്കുന്നു എന്നുള്ള മാത്രമാണ് ദാവീദിൻ്റെ സാക്ഷ്യം. തനിക്ക് അധികാരവും പദവിയും ലഭിച്ചപ്പോൾ കൂടുതൽ പരീക്ഷകളിലേക്ക് ചായുവാനുള്ള പ്രേരണയുണ്ടാകുന്നു. അതുകൊണ്ട് ദാവീദ് തീരുമാനമെടുത്തിരിക്കുകയാണ്. 2-ാം വാക്യത്തിൽ 1-ാം വാക്യം അവസാനത്തിൽ പറയുന്നു, എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൽ എൻ്റെ ബുദ്ധിക്കെത്താത്ത എന്തെല്ലാം കാര്യങ്ങളാണ്.
എത്ര മനസ്സിലാക്കുവാൻ ശ്രമിച്ചാലും മനസ്സിലാക്കുവാൻ കഴിവില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുന്നത്. അത്ഭുത വിഷയങ്ങൾ എന്തെല്ലാമാണ്. അന്ധകാരം നിറഞ്ഞ ലോകത്തെ പ്രകാശപൂരിതമാക്കുവാൻ സൂര്യൻ്റെ ഉദയത്താൽ പ്രകാശപൂരിതമാക്കുന്ന അത്ഭുത പ്രക്രിയ എങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു? ഈ അണ്ടകടാഹത്തിലെ ഓരോ കാര്യങ്ങളും ക്രമമായി പ്രവർത്തിപ്പിക്കുന്ന ആ വലിയ ശക്തിയെ ഗ്രഹിക്കുവാൻ ആർക്ക് കഴിയും? അല്പമായതിൽ നിഗളിച്ചു പോകുവാൻ ഇടയാകരുതേ എന്നുള്ള പ്രാർത്ഥന. മനുഷ്യന് അല്പ ആയുസ് മാത്രമേ ഉള്ളവരാണ്. വലിയ കാര്യങ്ങളൊന്നും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കുന്നില്ല. മാത്രമല്ല, ഇന്നത്തെ സത്യം നാളത്തെ അസത്യമാകാം. അങ്ങനെ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നാം ഇന്ന് കണ്ടുപിടിക്കുന്ന സത്യം എന്നും അത് സത്യമായി നിലനിൽക്കണമെന്നില്ല. പ്രപഞ്ച സത്യങ്ങളുടെ കാര്യത്തിലും നാം ഈ തത്വം തന്നെ നമ്മൾ കാണുന്നു. നമ്മൾ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് പഠിക്കുന്നു. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ കയറുമ്പോഴത്തേക്ക് നാം പഠിക്കുന്നത് സൂര്യൻ ഉദിക്കുന്നേയില്ല, അസ്തമിക്കുന്നേയില്ല, ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് പകലും രാവും ഉണ്ടാകുന്നത്. അത് നമ്മളുടെയൊക്കെയും ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നേരിട്ട് അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ബുദ്ധിക്കെത്താത്ത കാര്യങ്ങളിൽ ഇടപെട്ടാൽ നാം എവിടെ ചെന്ന് നിൽക്കുവാൻ സാധിക്കും? കുറച്ച് പരിശ്രമിക്കാം, എന്നല്ലാതെ എന്ത് നേടുവാനായിട്ട് സാധിക്കും? അത്ഭുത വിഷയങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല. ഈ അത്ഭുത വിഷയം, ഈ പ്രപഞ്ചത്തിൻ്റെ അത്ഭുതങ്ങൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? നമ്മുടെ തന്നെ ജീവിതം അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് ഭയങ്കരവും അതിശയവുമായി ദൈവം നമ്മളെ സൃഷ്ടിച്ചു. നീ എന്നെ മെടഞ്ഞു. ഞാൻ പിണ്ഡാകാരം ആയിരുന്നപ്പോൾ നീ എന്നെ കണ്ടു. ദൈവത്തിൻ്റെ പരിപാലനയുടെ അത്ഭുതം ആർക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും? ഞാൻ ഇതിലൊന്നും ഇടപെടുന്നില്ല. പിന്നെ എനിക്ക് ചെയ്യുവാൻ കഴിയുന്നത് ദൈവം എനിക്ക് തരുന്ന അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ളവനായി ഒരു അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ ഞാൻ എൻ്റെ പ്രാണനെ മിണ്ടാതാക്കിയിരിക്കുക. പ്രാണൻ എപ്പോഴും പടച്ചുകൊണ്ടിരിക്കുക. അത് ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. അതിന് സ്വസ്ഥമായിരിക്കുവാൻ കഴിയുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ ദൈവാശ്രയം കൊണ്ട്, വ്യക്തി വൈഭവം കൊണ്ട്, ദൈവത്തിലുള്ള ബലം കൊണ്ട് എൻ്റെ പ്രാണനെ മിണ്ടാതാക്കിയിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ ആഗ്രഹങ്ങൾ, ആവേശങ്ങൾ ഒരിക്കലും അടങ്ങുന്നില്ല. ജീവിതത്തിലെ മോഹങ്ങൾ ഒരിക്കലും അടങ്ങുന്നില്ല. നാം അവയെ പ്രയോഗിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ബലം പ്രയോഗിച്ച് അടക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അത് അടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എബ്രായ ലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ദൈവം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, അതുകൊണ്ട് തൃപ്തിപ്പെടുന്നെങ്കിൽ അവിടെയാണ് ജീവിതത്തിൻ്റെ സായുജ്യം നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത്. എൻ്റെ ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയുന്നൊരു ദൈവമാണ് എനിക്കുള്ളത്.
ആ ദൈവം എനിക്കായി കരുതുന്നവനാണ്. വേനൽക്കാലത്തെ ഓർത്ത് ഞാൻ ഒരുപാട് ഭാരപ്പെടേണ്ട കാര്യമില്ല. അതിൻ്റെ പിന്നാലെ മഴയെ കരുതുന്നൊരു ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു. ഒരു വിത്ത് നട്ടാൽ കാലക്രമത്തിൽ അതിനെ വൃക്ഷമായും ആ വൃക്ഷത്തിൽ നിന്ന് ഫലം അനുഭവിക്കുവാനും ദൈവം ഇടയാക്കുന്നു. ദൈവത്തിൻ്റെ പരിപാലനം അത് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതം തൃപ്തികരമാകും. എൻ്റെ പ്രാണനെ മിണ്ടാതാക്കുക, അത് നമുക്ക് സ്വസ്ഥതയുള്ളൊരു ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ സാധിക്കും. എൻ്റെ ഭാരങ്ങൾ വഹിക്കുന്നൊരു ദൈവം ജീവിക്കുന്നു. എനിക്കായി കരുതുന്നൊരു ദൈവം ജീവിക്കുന്നു. ഭാരങ്ങൾ നേരിടുമെന്ന് കരുതി പ്രാണൻ അസ്വസ്ഥമാകേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ജീവിക്കുന്നതിനാൽ പൂർണ്ണമായി അവനിൽ ആശ്രയിക്കും. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. പ്രാണനെ കണ്ണുനീരിൽ നിന്നും കാലുകളെ വീഴ്ചയിൽ നിന്നും ഒക്കെയും വിടുവിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന നന്മയിലും ദുഃഖങ്ങളിലും ദൈവത്തിൻ്റെ കരങ്ങളെ കാണുവാനായിട്ട് സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. ദൈവം നമ്മുടെ പരിപാലകനാണ്. അല്ല, എൻ്റെ പരിശ്രമം കൊണ്ടാണ് എൻ്റെ ജീവിതം നേട്ടമുള്ളതാകുന്നത് എന്ന് കരുതി അതിനുവേണ്ടി വൃഥാ പ്രയത്നം ചെയ്താൽ തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നു, നിങ്ങൾ അധികാലത്തെ എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. അതിരാവിലെ എഴുന്നേറ്റ് കഴിയുന്നതിനപ്പുറം പണിത് കഠിന പ്രയത്നം കൊണ്ട് ജീവിക്കുവാൻ ശ്രമിക്കുന്നത് തിരുവചനം ഓർപ്പിക്കുകയാണ്, വ്യർത്ഥമാണ്. കാരണം തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഉറക്കത്തിൽ നമുക്ക് വേണ്ടതൊക്കെ നൽകുന്ന ഒരു ദൈവം, തൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ ഒരു പൈതൽ അമ്മയുടെ തോളിൽ കിടന്ന് ഉറങ്ങുമ്പോൾ അനുഭവിക്കുന്ന ആ സുഷുപ്തി, ആ സായുജ്യം അനുഭവിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ തന്നെ ഫലമേൽപ്പിക്കുന്ന ഒരു ദൈവ പൈതലിന് സമാധാനമായും സ്വസ്ഥമായും ഈ ലോകജീവിതം കഴിക്കുവാൻ കഴിയും. നമുക്കും ആ ഭാഗ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കാം.